എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3 സംസ്ഥാനങ്ങളിലൂടെയുള്ള ഒരു ദിവസത്തെ ഒരു ചെറിയ യാത്രയെക്കുറിച്ചാണ് ഈ വീഡിയോ. ഇതിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് കേരളത്തിലെ വയനാട് ജില്ല, കർണാടകയിലെ ചാമരാജനഗർ ജില്ല, തമിഴ്നാട്ടിലെ നീലഗിരി ജില്ല എന്നിവയാണ്. ഈ കാണുന്ന ഭാഗമാണ് 3 സംസ്ഥാനങ്ങളിലെ 3 ജില്ലകൾ ഒരുമിച്ച് ചേരുന്ന സ്പോട്ട്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കർണാടകയിലെ ഗോപാൽസ്വാമി ബെട്ട വഴി മസിനഗുഡിയിലെത്തി അവിടെ നിന്ന് ഊട്ടി ഗൂഡല്ലൂർ വഴി വയനാടിലേക്ക് തിരിച്ചെത്തുവാനാണ് എൻ്റെ പ്ലാൻ. യാത്ര 3 സംസ്ഥാനങ്ങളിലൂടെ ആയതുകൊണ്ട് വീഡിയോ ഒരല്പം ദൈർഘ്യം കൂടുതലായിരിക്കും. പക്ഷേ നമുക്ക് പോകാനുള്ളത് ഇതുപോലുള്ള നല്ല സീനിക് റൂട്ടുകളിലൂടെയാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുവാൻ അഭ്യർത്ഥിക്കുന്നു. കേരള കർണാടക അതിർത്തി ചെക്ക് പോസ്റ്റാണിത്. ഇനി അങ്ങോട്ടേക്ക് കാടിൻ്റെ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് യാത്ര തുടരാം. വയനാട് നിന്ന് കർണാടകയിലേക്ക് പോകുമ്പോഴുള്ള കാട് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ മൈസൂർ റോഡില്ലേ, അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞിട്ട് കുറച്ച് ഉള്ളിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല ഗ്രാമപ്രദേശങ്ങളാണ്, നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ. അധികവും മഞ്ഞളൊക്കെയാണ്, മഞ്ഞൾ, വാഴ, നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങോട്ടേക്കുള്ള റോഡ് ചെറിയ റോഡാണ്, പക്ഷേ നല്ല നീറ്റായിട്ടുള്ള റോഡാണ്. അത്ര കുണ്ടും കുഴിയൊന്നുമില്ല, ഡീസൻ്റായിട്ടുള്ള റോഡാണ്. ഇനിയിപ്പോൾ ഞാൻ പോകുന്നത് നേരെ ഈ റോഡിലൂടെ മസിനഗുഡി മെയിൻ റോഡിലേക്ക് ജോയിൻ ചെയ്യാനാണ്. അവിടുന്ന് ഗോപാൽസ്വാമി പേട്ടുണ്ട്, പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. കാരണം അവിടേക്ക് ബൈക്കൊന്നും വിടില്ല, ബസ്സിൽ വേണം പോകാൻ. ടിക്കറ്റൊക്കെ എടുത്തിട്ട് ബസ്സിൽ പോകണം. അത് പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ള ആ സ്ഥലം എൻ്റെ പ്ലാനിലില്ല. ഇവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് പോകുമായിരിക്കും. കാരണം ബന്ദിപ്പൂർ ആ ഫോറസ്റ്റിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മൃഗങ്ങളെയൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ച് രാവിലെ പോവുകയാണെങ്കിൽ മേ ബി ആനേനെയോ അല്ലെങ്കിൽ കാട്ടുപോത്തിനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ സമയം വേസ്റ്റ് ആക്കാണ്ട് എത്രയും പെട്ടെന്ന് ചെക്ക് പോസ്റ്റിൽ എത്തുക എന്നുള്ളതാണ് പ്ലാന്. അതിൻ്റെ ആ സ്ഥലത്തിൻ്റെ പേര് തെപ്പക്കാട് എന്നാണ്. തെപ്പക്കാട് നിന്ന് ഇടതുവശത്തേക്ക് തിരിഞ്ഞിട്ടാണ് ഊട്ടി സൈഡിലേക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഗോപാൽസ്വാമിപേട്ടിലേക്ക് പോകുന്ന റോഡാണ് ഇത്. കുറച്ച് ഫേമസാണ്, ഒരുപാട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡ് ഇതാണ്. നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ്. അപ്പോൾ അധികം ക്രൗഡൊന്നും ഇവിടെ കാണുന്നില്ല. സാധാരണ ഈ റോഡിലൊക്കെ ഒരുപാട് ട്രാവലേഴ്സ് ഉണ്ടാവുന്നതാണ്. ഒന്ന് സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും അധികം ആൾക്കാരില്ല. ആക്ച്വലി ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഞാൻ ഇനിയിപ്പോൾ വന്ന കുറച്ച് ദൂരം കൂടി ബാക്കിലേക്ക് പോയിട്ട് അവിടുന്ന് റൈറ്റ് സൈഡ് തിരിഞ്ഞ് മസിനഗുഡി റോഡിലേക്ക് എൻട്രി ചെയ്യുക. അതാണ് ഇത്. എന്നിട്ട് വേണം തമിഴ്നാടിൻ്റെ ഇ പാസ്സൊക്കെ കാണിച്ചിട്ട് അവർ പെർമിഷൻ വാങ്ങി തമിഴ്നാട്ടിലേക്ക് എൻ്റർ ആവാൻ. പിന്നെ നമ്മളധികം ട്രാവൽ ചെയ്യുന്നത് തമിഴ്നാട്ടിലായിരിക്കും. കർണാടക കുറച്ചേ ഉള്ളൂ. അവിടുന്ന് അങ്ങോട്ടേക്ക് പിന്നെ എൻ്റെ വീടിൻ്റെ ഏകദേശം ഒരു 1 കിലോമീറ്റർ ദൂരം വരെ തമിഴ്നാട് തന്നെയാണുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുറച്ചുകൂടി നേരത്തെ പോയെങ്കിലേ മേ ബി ലക്കുണ്ടെങ്കിൽ എന്തെങ്കിലും ആനിമൽസിനൊക്കെ കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങാം.
കർണാടക തമിഴ്നാട് അതിർത്തിയിലെ മുതുമല ചെക്ക് പോസ്റ്റാണിത്. തമിഴ്നാട്ടിലേക്ക് പോകുവാൻ ആവശ്യമായ പാസ് ഇവിടെയാണ് കാണിക്കേണ്ടത്. പാസ് എല്ലാം കാണിച്ചു, പെർമിഷൻ വാങ്ങി, കുഴപ്പമൊന്നുമില്ല. ID കാർഡ് മാത്രം ചെക്ക് ചെയ്തു. ഇനി വേറെ ഒന്നുമില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് തമിഴ്നാടാണ്. ഉണ്ടല്ലേ, മുതുമലൈ ടൈഗർ റിസർവ് വെൽക്കംസ്. സോ ആ ആർച്ചിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇനി തമിഴ്നാടാണ്. ഇതാണ് മസനഗുഡി ടൗണ്. ആക്ച്വലി ഞാൻ ലഞ്ചൊക്കെ പാർസൽ എടുത്തിട്ട് വന്നിട്ടുണ്ട്, പക്ഷെ ഭയങ്കര വിശപ്പ്. അതുകൊണ്ട് ഞാനൊരു ചായക്കടയിൽ കയറി. അത്ര വലിയ തിരക്കൊന്നുമില്ല. പക്കവട എന്തോ ഇരിപ്പുണ്ട്. നന്നായി കഴിച്ചെങ്കിലേ ഇനി അങ്ങോട്ടേക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ട് ഒരു പ്ലേറ്റ് പക്കവട മാത്രമല്ല, ഒരു പ്ലേറ്റ് ഇഡ്ഡലി കൂടി കഴിച്ചു. അത്രയ്ക്കും വിശപ്പുണ്ടായിരുന്നു. ഇനി നല്ല ഉഷാറായിട്ട് ഡ്രൈവ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യല്ലേ?
ഇവിടെ ഒരു മയിൽക്കുറ്റി വെച്ചിട്ടുണ്ട്. ഊട്ടിയിലേക്ക് 20 കിലോമീറ്ററാണ് ഇവിടുന്ന് കാണിക്കുന്നത്. ഇപ്പോൾ റിസർവ് ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഇനി അങ്ങോട്ടേക്ക് നല്ല കുത്തനെയുള്ള ഹെയർ പിൻ ബെൻഡുകളൊക്കെ ഉള്ള നല്ല കയറ്റാണ്. എല്ലാ റിസോർട്ടുകളും ടൂറിസ്റ്റ് പ്ലേസസ് ഒക്കെ ഓപ്പണാണ് ഇവിടെ. ആൾക്കാരൊക്കെ ഒരുപാട് വരുന്നുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് ഇനി ലഞ്ച് കഴിക്കണം. പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സമയം ഒരുപാടുണ്ട്. ഇപ്പോൾ 1 മണി 2 മണി ആവാനായിട്ടേ ഉള്ളൂ. 2 മണി ആയിട്ടില്ല. ഇനിയും ഒരുപാട് സമയമുണ്ട്. പറ്റുകയാണെങ്കിൽ പൈക്കറ ലേക്കിൻ്റെ അവിടെ അലൗഡ് ആണോ എന്നറിയില്ല. അലൗ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ച് വീഡിയോസ് എടുക്കണം. പിന്നെ വേറെന്താ, ഇനി ഈ കുത്തനെയുള്ള ഹെയർ പിൻ ബെൻഡുകൾ കയറാം. നല്ലൊരു വ്യൂ. കൊള്ളാം. ഇനിയും ഒരു 3-4 ഹെയർ പിൻ ബെൻഡുകൾ കൂടി ഉള്ളൂ കയറാൻ. ഇതുവഴിയാണ് പോകുന്നത്. ഈ വ്യൂ എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? என்னது வரணுமா? பேக் இருக்குதுடா. சரி, இங்க ஒரு கோவில் இருக்குல்ல பக்கத்துல, தோட கோவில் இருக்குல்ல, எங்க இருக்கு? ஏற முடியாதரா? ஏற ஏறமுடியாதரா? அப்படியா? உங்க புள்ள இல்லையா? எப்படி ஸ்ட்ரைட்டா போணுமா? இதுதானே? இது ஒரு டெம்பிள். அந்த ரவுண்ட கொஞ்சம் மேல தெரியுதுல. ஆமா ஆமா. அதுக்கு அங்க எப்படி போறது? வழி இருக்குது. இப்படியே இப்படி சுத்தி போணுமா? சுத்தி இல்ல, இப்படியே போலாம். இப்படியே போலாமா? செருப்பு எங்க கழட்டி வைக்கிறது? இங்க வச்சிருங்க. யாராவது எடுக்க மாட்டாங்க? எடுக்க மாட்டாங்க. ஒண்ணுமே பட்டு போக கூடாது. ஒன்லி வேஷ்டி அண்ட் சால். ஆமா ஆமா. இல்ல நான் உள்ள போக மாட்டேன். நாங்க அப்படிதான் போறோம். அப்படியா? யார் யார் இதுக்குள்ள போறாங்களோ அப்படியே மிட்ல ஏறுவாங்க.
ஐயோ மென்டல் ஆகிட்டு வேணுங்களா? நாங்கள் செருப்பு போடாமல் ஒன்றுமே போடாமல் போனோன்னா ஒன்றுமே ஆக மாட்டோம். கோயிலுக்குள்ளே ஒரு பூசாரி இருப்பார். அவர் வருஷத்துக்கு ஒரு டைம் எப்போ கோவில் இது ஒரு கோவில் இன்னொரு கோவில் கமிச்சு வாங்கினேன். அதோ வரேன், ஒரு நிமிஷம் தான் வரேன். இந்த கேமரா எடுத்தீங்களா? ஆமாம். வாயிலே கேமரா எப்படி எடுத்தீங்கன்னா வாயிலையா? நான் பேசுகிறது அப்படியே ரெக்கார்ட் ஆகிடுவேன். நானும் ஆ ரெக்கார்ட் பண்ணவா? பண்ணிட்டு கேட்க முடியுமா? காட்டுறேன் உங்களுக்கு. இப்போ பூசாரி இனிமேல் நெக்ஸ்ட் டைம் எப்போ வருவாங்க? அவங்க எப்பயாச்சும் ஒரு டைம் வருவாங்க. அப்படியா? பூஜை பண்ணுறதுக்கா? பூஜை பண்ணுறதுக்கு அங்கேயே இருப்பாங்க. திருவிழா ஏதாவது நடக்கும்? திருவிழா டைம் உங்கள் நம்பர் கொடுத்தீங்கன்னா நான் நோட் பண்ணி வச்சுக்குவேன். சூப்பர்ரா. அப்புறம் திருவிழா டைம் ஃபோன் பண்ணி கூப்பிட்டுக்குவேன். ஓ, வருஷத்தில் ஒரு தடவை நடக்குமா திருவிழா? எப்படி நல்லா சிறப்பாக இருக்குமா? சிறப்பாக இருக்கும். எல்லாரும் சாப்பாடு தருவாங்க. என்னது? கோயில் சாப்பாடு. சாப்பாடா? என்ன போடுவாங்க? மோர் குடிப்போம், பால்லாம் குடிப்போம். அப்படியா? நாங்கள் இங்கே குடிக்கக்கூடாது, மோர் மட்டும்தான். மோரும் பாலும் சேர்த்து குடிச்சா ருசியாக இருக்கும், தெம்பு இருக்கும். സൂപ്പർ. അതെ വരാം. ആക്ച്വലി ഈ ക്ഷേത്രം കാണാൻ ഇടയ്ക്ക് വരണമെന്നൊക്കെ ഒരുപാട് കാലമായി ആലോചിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ എനിക്ക് അറിയില്ലായിരുന്നു. പേരെന്നെ? അപ്പു. സ്കൂളിൽ കൂപ്പിടുறது ரன்வீர். ரன்வீர், சூப்பரா. உன் பேர்? பிரவீன். சரி, அந்த பக்கம் போமா? அங்கே கோட்டாமா, அங்கே தான் கண்டுக்குட்டினா கண்ணுக்குட்டியை பார்க்கலாங்க. அந்த கோட்டையில அது ரொம்ப அழகா இருக்கும். எருமை போட்டா முட்டையா ஓர சுறுசுறுப்பா இருக்கும். காலில் மிதிச்சுன்னு வைங்க, ஒரு விரல் கட்டாயிடும். அந்த மாதிரி ஷார்ப்னா அது இல்ல. கண்டுகிட்டீங்களே, சின்ன குழந்தைங்களும் மிதிச்சோன்னாகுது. இந்த மாதிரி எருமையும் மிதிச்சா, இந்த இடத்துல மிதிச்சா இது குண்டை இங்க வந்துடும். ஒருத்தருக்கு அப்படி ஆயிருக்குது. എരുമ ചവിട്ടിയിട്ട് അവൻ്റെ അച്ഛൻ്റെ കാല് മുറിവായി എന്നാണെന്ന് പറയുന്നത്. ഇത് ഇന്നൊരു ടെമ്പിളാ? അതിൻ്റെ ഉള്ളിലൊരു മാട്ടുക്കുട്ടി ഉണ്ട് എന്നാണ് പറയുന്നത്. എന്തോ വിശേഷപ്പെട്ട മാടാണെന്ന് തോന്നുന്നു. ഇവരിതിനെ വളരെ പ്രഷ്യസ് ആയിട്ടാണ് നോക്കുന്നത്. തിരക്കൂടാതാ? நான் தொட்டு பார்க்கவா? தொட்டு பண்ணுங்க, ஒண்ணுமே பண்ணாது. கை இப்படி குடுங்களே, என்ன பண்ணிருப்பாங்கன்னு கடிக்குண்டா. பாலுன்னு நினைச்சிட்டு. വളരെ പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണിത്. തോട എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമൂഹത്തിൻ്റെ ക്ഷേത്രമാണിത്. முந்தனத்து தானே இது பிறந்துருச்சு. அப்படியா? ஆமாம், ரொம்ப குட்டியாக இருக்கு. உள்ளே போகலாமாடா? இது எவ்வளோ நாள் ஆச்சு பிறந்து? 3 ദിവസം ആയിട്ടുള്ളൂ ഇത് ജനിച്ചിട്ട്. ഇത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ഇതുപോലുള്ള ആളുകൾ കെട്ടാൻ വേണ്ടിയിട്ടുള്ള മരം. അതിനെന്തോ ഉറപ്പുണ്ടാവാൻ അങ്ങനെ എന്തിനാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിൽ ഇത് മുക്കി വെച്ചിട്ടുള്ളത്. ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് ഈ ക്ഷേത്രം കാണണം എന്നുള്ളത്. ശരി, എന്തായാലും പോകുന്ന വഴിക്ക് ഇവിടേക്ക് വരാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. കണ്ടില്ലേ, നല്ല ഒരുപാട് പഴക്കമുള്ള ക്ഷേത്രമാണ് കേട്ടത്. ഇവിടെയുള്ള ഈ തോടാന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം ആൾക്കാരുണ്ട്, അവരുടെ ക്ഷേത്രമാണ്. പക്ഷേ ആ വിഭാഗക്കാർ ഇപ്പോൾ വളരെ കുറവാണ് തോന്നുന്നു. ലൈക്ക് പ്രോപ്പറായിട്ടുള്ള ചരിത്രമൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് ഭയങ്കര ഫേമസും അതിപുരാതനവുമാണ്. ഓക്കെ, അപ്പോൾ ഇനി തിരിച്ചു പോവാം. ഇപ്പം നമ്മൾ കണ്ട ഒരു ക്ഷേത്രം ഉണ്ടല്ലോ, 2 ക്ഷേത്രം, അത് വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ്. തോട എന്ന് പറഞ്ഞിട്ടുള്ള, എനിക്കറിയില്ല കറക്റ്റായിട്ടാണോ ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നതെന്നുള്ള ഒരു വിഭാഗം ആൾക്കാർ പ്രാർത്ഥിക്കുന്ന അവരുടെ അമ്പലമാണത്. സോ ആ 2 പയ്യന്മാർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഒരു സംഭവം ഉണ്ടായത്, അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, റെക്കോർഡ് ചെയ്തില്ല ഞാൻ.
ഞാൻ വിചാരിച്ച് ഈ 2 കുട്ടികളും എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് എന്തെങ്കിലും അവസാനം കാശ് ചോദിക്കും, ചിലപ്പം മിഠായി വാങ്ങാനൊക്കെ ചോദിക്കും. അങ്ങനെ ചോദിക്കാറുണ്ട്. നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ ഓടി വന്ന് ചോദിക്കാറുണ്ട്. എന്നിട്ടെല്ലാം കഴിഞ്ഞിട്ട് പോരാൻ നേരത്ത് ഞാൻ അവർക്ക് കാശ് കൊടുത്തു. അതിൽ ആ 2 പയ്യന്മാരും വാങ്ങിയില്ല. എന്നിട്ട് അവരെന്നെ ഉപദേശിക്കുകയും കൂടിയും ചെയ്തു. നിങ്ങളിങ്ങനെ പോണോടത്തൊക്കെ കുട്ടികൾക്ക് കാശ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാനാകെ അത്ഭുതപ്പെട്ടു പോയി. എന്തായാലും നല്ല 2 പയ്യന്മാർ. അവർ എൻ്റെ മൊബൈൽ നമ്പർ വാങ്ങി വെച്ചിട്ടുണ്ട്. വർഷത്തിലൊരിക്കൽ അവിടെ ഉത്സവം നടക്കൂത്രേ. ജനുവരിയിലോ ഡിസംബറിലോ എങ്ങാണ്ടാണ്. കറക്റ്റായിട്ടുള്ള ഡേറ്റ് അവർക്കും അറിയില്ല. അപ്പോൾ അവർ ആ ഉത്സവം അത് ഫിക്സ് ചെയ്യുമ്പോൾ എന്നെ വിളിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തായാലും വരണം. അവിടെ എനിക്ക് തോന്നുന്ന ആ ക്ഷേത്രം ഇതൊക്കെ കണ്ടിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഉത്സവമായിരിക്കും അത്. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തിരിച്ച് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. ഊട്ടീൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് ഞാൻ. പിന്നെ ഇനി ഇവിടുന്ന് നേരെ ഗൂഡല്ലൂരിൽ നിന്ന് പിന്നെ ദേവാല, പന്തല്ലൂർ ആ വഴി വയനാട്ടിലേക്ക് പോവാണ്. ആ സ്ഥലവും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. കുറച്ചുകൂടി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതുകൂടി കാണാം. ടീ ഫാക്ടറി, ടീ കട ഉള്ള എത്ര അടുത്താ നോക്ക്. നല്ല ഒന്നാന്തരം ബെസ്റ്റ് ചായ ഇവിടെ കിട്ടും. ഇത് പന്തല്ലൂർ ടൗണിൻ്റെ അടുത്താണ്. ഓക്കെ, അപ്പോൾ ഒരു ചായ കുടിക്കട്ടെ. കാണുന്നത് ഒരു ബ്രിട്ടീഷുകാരെ കാലത്ത് നിർമ്മിച്ച ടീ ഫാക്ടറിയാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നല്ലൊരു ചായക്കട. ചായ നല്ലതാണ്. ഇതുവഴി നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ യാത്ര ഇവിടെ തീരുകയാണ്. ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും കുറച്ചുകൂടി വേഗത്തിൽ സ്പീഡായിട്ട് കവർ ചെയ്യാൻ പറ്റി. ഞാൻ കരുതിയത് ഒരുപാട് ഇരുട്ടാവുന്നതാണ്. സോ എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഒരു ഭാഗം ഇത്രയും വരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും ഇതുപോലുള്ള ബൈക്ക് ട്രിപ്പ്, ഫോട്ടോഗ്രാഫി വീഡിയോസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഒരുപാട് വീഡിയോസ് ഇനി വരാനുണ്ട്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ ഞാൻ എടുക്കുന്ന ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഷെയർ ചെയ്യാറുണ്ട്. ഷാജഹാൻ.ഫോട്ടോ എന്നാണ് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ പേജിൻ്റെ പേര്. സോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഫോട്ടോസൊക്കെ ഞാൻ അതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, ആസ്ട്രോ ഫോട്ടോസൊക്കെ. അപ്പോൾ വേറെന്താ,
മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയൊരു ദിവസം കാണാം. ബൈ.